വെൽക്കം ബാക്ക്. ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. എല്ലാ ഭാഷകളിലും അങ്ങനെയാണ്, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് രണ്ട് സെന്റൻസസിനെ കണക്ട് ചെയ്യണമെന്ന് കരുതുക. നമുക്ക് കൺജങ്ഷൻസ് ഉപയോഗിക്കാം, റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് പാർട്ടിസിപ്പിൾസ് യൂസ് ചെയ്യാം. ഇനി വേറെയും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ട്രാൻസിഷണൽ അഡ്വേർബ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് കണക്ടർ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ. ഇങ്ങനെ പല തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് അറിയുമെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് അതുപോലെ തന്നെ സ്പീച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസ്, അതായത് പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ആശയങ്ങളെ എങ്ങനെ കണക്ട് ചെയ്ത് ലോങ് സെന്റൻസസ് നിർമ്മിക്കാം എന്നാണ് നോക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് പറയും, പിന്നീട് അത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നല്ലതുപോലെ മഴ പെയ്തു, ഞങ്ങൾ ഔട്ടിംഗ് ആസ്വദിച്ചു. നല്ലതുപോലെ മഴയുണ്ടെങ്കിൽ നമുക്ക് പിക്നിക് എൻജോയ് ചെയ്യാൻ സാധാരണഗതിയിൽ സാധിക്കില്ല. അതായത് ഇവിടെ രണ്ട് പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ഐഡിയാസ് ആണ് ഈ രണ്ട് സെന്റൻസസ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെ? കോൺട്രാസ്റ്റിംഗ് ആയ ഐഡിയാസ് ആണ്. നല്ലതുപോലെ മഴ പെയ്തു എന്നിങ്ങനെ നമുക്ക് പറയാം. ഇറ്റ് റെയിൻഡ് എ ലോട്ട്. നല്ലതുപോലെ മഴ പെയ്തു. ഇങ്ങനെ മഴ പെയ്യുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ പ്രോപ്പർ ആയ ഒരു സബ്ജക്റ്റ് ഇല്ല. അങ്ങനെ സബ്ജക്റ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇറ്റ് ഉപയോഗിച്ച് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് റെയിൻഡ് എ ലോട്ട്. ഞങ്ങൾ ഔട്ടിംഗ് ആസ്വദിച്ചു. വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. ഇറ്റ് റെയിൻഡ് എ ലോട്ട്. വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. നല്ലതുപോലെ മഴ പെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഔട്ടിംഗ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. നമുക്കിതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് ദോ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, ഓൾ ദോ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, ഈവൻ ദോ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഇത് മൂന്നും ഒരേ മീനിങ് വരുന്ന മൂന്ന് കൺജങ്ഷൻസ് ആണ്. ഇതിലെ ഓൾ ദോ ദോയേക്കാൾ കുറച്ചുകൂടി ഫോർമൽ ആണ്. ഈവൻ ദോ ആണ് ഇതിലെ ഏറ്റവും അധികം സ്ട്രോങ് ആയത്. പക്ഷെ ഒരേ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മൂന്ന് കൺജങ്ഷൻസും. നമുക്കിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട്, വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. അല്ലെങ്കിൽ ഓൾദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട്, വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. ഇവിടെ ഓൾദോയ്ക്ക് പകരം നമുക്ക് ഈവൻ ദോയും ഉപയോഗിക്കാം. ഈവൻ ദോ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഫോഴ്സ് ഉണ്ട് അതിന്. ദോയേക്കാളും ഓൾദോയേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഈവൻ ദോ. അത് ആവശ്യമുണ്ടെങ്കിലേ ഉപയോഗിക്കണ്ടു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ദോയോ ഓൾദോയോ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ ദോ, ഓൾദോ അല്ലെങ്കിൽ ഈവൻ ദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇത് മൂന്നും ദോയും ഓൾദോയും ഈവൻ ദോയും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അത് ഞാൻ അറിഞ്ഞിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ദോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓൾദോ ഉപയോഗിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസ് പൊതുവേ സെന്റൻസിന്റെ ആദ്യമാണ് വരിക. എഴുതുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട്, വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. നമുക്ക് ഇതേ ആശയം തന്നെ ബട്ട് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. നല്ലതുപോലെ മഴ പെയ്തു, പക്ഷെ ഞങ്ങൾ ഔട്ടിംഗ് എൻജോയ് ചെയ്തു. ഇറ്റ് റെയിൻഡ് എ ലോട്ട്, ബട്ട് വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. ഇറ്റ് റെയിൻഡ് എ ലോട്ട്, ബട്ട് വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. ബട്ടിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് രണ്ട് ക്ലോസിനും നടുവിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ബട്ട് ഉപയോഗിച്ച് രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ബട്ട് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അല്ല. ഇങ്ങനെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ രണ്ട് സെന്റൻസസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുക നമുക്കൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ആൻഡ്, ബട്ട്, ഓർ ഇതെല്ലാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഒരേ റാങ്ക് ഉള്ള രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദോയുടെയും ബട്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അതായത് ഒരു സെന്റൻസിനെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ഒന്നുകിൽ ബട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ദോ ഉപയോഗിക്കുക. ഇത് രണ്ടും കൂടി ഉപയോഗിക്കരുത്. ഓൾദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട്, ബട്ട് വി എൻജോയ്ഡ് ദ ഔട്ടിംഗ് എന്ന് പറയരുത്. ഞാൻ IELTS എസ്സേസ് കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയി കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്കാണിത്. പല സ്റ്റുഡൻസും ഈ രണ്ട് കൺജങ്ഷനും ഒരു ക്ലോസിൽ ഉപയോഗിക്കും. അങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ ദോ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബട്ട് ഉപയോഗിക്കുക. ഇതിൽ ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ഇത് രണ്ടും കൂടി ഉപയോഗിക്കരുത്. നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യാൻ ഒരു കൺജങ്ഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. രണ്ട് കൺജങ്ഷൻ ഉപയോഗിക്കരുത്. ഇറ്റ് റെയിൻഡ് എ ലോട്ട്, ബട്ട് വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. ഇതേ ഐഡിയ തന്നെ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഉപയോഗിച്ച് പറയാം. ഇൻസ്പൈറ്റ് ഓഫ് ഒരു പ്രപ്പോസിഷനാണ്. അതേ മീനിങ് വരുന്ന മറ്റൊരു പ്രപ്പോസിഷനാണ് ഡെസ്പൈറ്റ്. ഇൻസ്പൈറ്റ് ഓഫിൽ ഒരു ഓഫ് ഉണ്ട്, ഡെസ്പൈറ്റിൽ ഓഫ് ഇല്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. പലരും ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. നമുക്കിത് ഇങ്ങനെയും പറയാം. ഡെസ്പൈറ്റ് ദ റെയിൻ അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ, വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. ഡെസ്പൈറ്റ് ദ റെയിൻ, വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്.
ഞാൻ പറഞ്ഞല്ലോ ഡെസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും പ്രിപ്പോസിഷൻസ് ആണെന്ന്. പ്രിപ്പോസിഷൻസിന് ശേഷം വരിക ഒരു നൗൺ അല്ലെങ്കിൽ ING ഫോം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെസ്പൈറ്റ് ദ റെയിൻ എന്ന് പറയുന്നത്. ദ റെയിൻ എന്നത് ഒരു നൗൺ ആണ്. പ്രിപ്പോസിഷന് ശേഷം ഒരു ക്ലോസ് എഴുതരുത്. ദോ, ഓൾദോ ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. കൺജങ്ഷൻസിന് ശേഷം ഒരു ക്ലോസ് തന്നെ വരും. അതായത് ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബും അതിൽ വരും. ഒരു സബ്ജക്റ്റും ഒരു വെർബും വരുമെന്ന് മനസ്സിലാക്കുക. ഓൾദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഓൾദോയ്ക്ക് ശേഷം അവിടെ സബ്ജക്റ്റായി ഇറ്റ് വന്നു, പിന്നെ റെയിൻഡ് എന്ന വെർബും വന്നു. ഒരു കൺജങ്ഷന് ശേഷം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ക്ലോസ് വേണം. അതിലൊരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, ഒരു വെർബും ഉണ്ടായിരിക്കണം. ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു ക്ലോസ് എഴുതരുത്. അവിടെ നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു ING ഫോമാണ്. ഡെസ്പൈറ്റ് ദ റെയിൻ വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ വി എൻജോയ്ഡ് ദ ഔട്ടിംഗ്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, ഞങ്ങൾ സമയത്തെത്തി. നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ലേറ്റ് ആവാനാണ് സാധ്യത അല്ലേ? പക്ഷെ പറയേണ്ടത് ഞങ്ങൾ സമയത്ത് തന്നെ എത്തി എന്നാണ്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു രണ്ട് രീതിയിൽ പറയാം. ദ ട്രാഫിക് വാസ് ബാഡ് എന്ന് പറയാം. നല്ല ട്രാഫിക് എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്, പക്ഷെ ദ ട്രാഫിക് വാസ് ഗുഡ് എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. ദ ട്രാഫിക് വാസ് ബാഡ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദർ വാസ് ഹെവി ട്രാഫിക്, അങ്ങനെയും പറയാവുന്നതാണ്. ഞങ്ങൾ സമയത്ത് എത്തി. വി അറൈവ്ഡ് ഓൺ ടൈം. സമയത്ത് എത്തിച്ചേരുന്നതിനാണ് ഓൺ ടൈം എന്ന് പറയുന്നത്, അതായത് കൃത്യസമയത്ത് എത്തി. ദർ വാസ് ഹെവി ട്രാഫിക്. വി അറൈവ്ഡ് ഓൺ ടൈം. ഞങ്ങൾ സമയത്ത് തന്നെ എത്തി. നമുക്ക് ദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദോ ദ ട്രാഫിക് വാസ് ബാഡ് വി അറൈവ്ഡ് ഓൺ ടൈം. ഓൾദോ ദ ട്രാഫിക് വാസ് ബാഡ് വി അറൈവ്ഡ് ഓൺ ടൈം. ഈവൻ ദോ ഉപയോഗിച്ചും പറയാം. ഈവൻ ദോ ദ ട്രാഫിക് വാസ് ബാഡ് വി അറൈവ്ഡ് ഓൺ ടൈം. ഇനി ഡെസ്പൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഡെസ്പൈറ്റിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു നൗൺ അല്ലെങ്കിൽ ING ഫോം ആണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം. ഡെസ്പൈറ്റ് ദ ഹെവി ട്രാഫിക് വി അറൈവ്ഡ് ഓൺ ടൈം. ഇൻസ്പൈറ്റ് ഓഫ് ദ ഹെവി ട്രാഫിക് വി അറൈവ്ഡ് ഓൺ ടൈം. ഡെസ്പൈറ്റ് ദ ബാഡ് ട്രാഫിക് എന്ന് പറയരുത്. പൊതുവെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഹെവി ട്രാഫിക് എന്നാണ്. ദ ട്രാഫിക് വാസ് ബാഡ് എന്ന് പറയാം. പക്ഷെ ബാഡ് എന്ന ആ അഡ്ജക്റ്റീവിനെ ട്രാഫിക്കിന് മുന്നിൽ വെച്ച ബാഡ് ട്രാഫിക് എന്ന് പറയരുത്. അതിന് പറയുന്നത് ഹെവി ട്രാഫിക് എന്നാണ്. ഇൻസ്പൈറ്റ് ഓഫ് ദ ഹെവി ട്രാഫിക് വി അറൈവ്ഡ് ഓൺ ടൈം. ഞാൻ അവനെ എന്നും കാണാറുണ്ട്. ഐ സീ ഹിം എവറി ഡേ. ഞാൻ ഇതുവരെ അവനോട് സംസാരിച്ചിട്ടില്ല. ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം. എന്നും കാണുന്ന ഒരാളാണ്, പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നും കാണുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കാനാണ് സാധ്യത അല്ലേ? നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയാസ് കോൺട്രാസ്റ്റിംഗ് ആണ്. നമുക്ക് ദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദോ ഐ സീ ഹിം എവറി ഡേ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം. ഞാൻ എന്നും അവനെ കാണാറുണ്ടെങ്കിലും ഞാൻ അവനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ദോ ഐ സീ ഹിം എവറി ഡേ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം. എവറി ഡേ രണ്ട് വാക്കാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വാക്കായി അത് എഴുതുമ്പോൾ അതിനർത്ഥം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ്. എവറി ഡേ ആക്ടിവിറ്റീസ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന സാധാരണ പ്രവൃത്തികൾ എന്നൊരു മീനിങ് അതിന് വരും. ഇവിടെ എന്നും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവറി ഡേ എന്നാണ്. രണ്ട് വാക്കായിട്ടാണ് അത് എഴുതുന്നത്. ദോ ഐ സീ ഹിം എവറി ഡേ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം. ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഇൻസ്പൈറ്റ് ഓഫ് സീയിങ് ഹിം എവറി ഡേ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം. ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം നമ്മൾ ആ സീ എന്ന വെർബിന്റെ ING ഫോം സീയിങ് അവിടെ ഉപയോഗിച്ചു. ഇത് തന്നെ നമുക്ക് കണക്ട് ചെയ്യാതെ രണ്ട് സെന്റൻസ് ആയി പറയാം. പക്ഷെ ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. ദോ ഐ സീ ഹിം എവറി ഡേ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം എന്ന് പറയില്ല. ഇത് റൈറ്റിംഗിലാണ് ഇത്തരം സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് വരുന്നത്. സംസാരിക്കുമ്പോൾ പക്ഷെ നമുക്ക് എന്നാലും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിങ്ങനെ പറയാം. ഐ സീ ഹിം എവറി ഡേ ഐ ഹാവ് നെവർ സ്പോക്കൺ ടു ഹിം ദോ. ഇവിടെ നമ്മൾ ദോ അവസാനം ഉപയോഗിച്ചു. സെന്റൻസ് രണ്ടെണ്ണം തന്നെയാണ്, പക്ഷെ ഇനിയും സംസാരിച്ചിട്ടില്ല, എന്നാലും ഇനിയും സംസാരിച്ചിട്ടില്ല എന്നൊരു മീനിങ് വരുന്നതിന് വേണ്ടിയാണ് അവസാനം ദോ എന്ന ആ ഒരു കൺജങ്ഷൻ അവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ദോ കൺജങ്ഷൻ അല്ല, അത് അഡ്വർബ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയും ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് നടക്കാൻ പോയി. ഐ വെൻറ്റ് ഫോർ എ വാക്ക്. നമ്മളിങ്ങനെ നടക്കാൻ പോയി എന്നതിന് ഗോ ഫോർ എ വാക്ക് എന്ന് പറയും. നീന്താൻ പോയി എന്നതിന് ഗോ ഫോർ എ സ്വിം എന്ന് പറയും. കാറിലൊന്ന് കറങ്ങാൻ പോയി എന്നതിന് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട് ഗോ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊന്ന് നടക്കാൻ പോയി എന്നാണ് പറയേണ്ടത്. ഐ വെൻറ്റ് ഫോർ എ വാക്ക്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഐ വെൻറ്റ് ഫോർ എ വാക്ക്. നല്ല മഴയുണ്ടാകുമ്പോൾ ആളുകൾ പൊതുവെ വീട്ടിനകത്തിരിക്കുകയാണ് ചെയ്യുക, പക്ഷെ ഞാൻ നടക്കാൻ പോയി. കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണ്. നമുക്ക് ദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദോ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഐ വെൻറ്റ് ഫോർ എ വാക്ക്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞാനൊന്ന് നടക്കാൻ പോയി. ഓൾദോ ഉപയോഗിച്ചും ഇത് പറയാം.
Although it was raining heavily, I went for a walk. In spite of ഉപയോഗിച്ച് പറയണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പറയുക in spite of the heavy rain എന്നാണ്. നമുക്ക് ing ഫോം ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളിൽ in spite ofന് ശേഷം ing ഫോം ഉപയോഗിക്കാം. അത് പോസിബിൾ അല്ല, അതിന് പ്രോപ്പറായ ഒരു ing ഫോം അവിടെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ മീനിങ് വരുന്ന ഒരു നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഹെവി റെയിൻ എന്നാണ് പറയുന്നത്. In spite of the heavy rain, I went for a walk. In spite of raining heavily എന്ന് പറയരുത്. In spite of the heavy rain, നല്ല മഴ അതുണ്ടായിരുന്നെങ്കിലും ഞാൻ നടക്കാൻ പോയി. In spite of the heavy rain, I went for a walk. നമുക്ക് ഈ ഐഡിയാസ് എല്ലാം however ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. however ഒരു ട്രാൻസിഷണൽ അഡ്വർബ് ആണ്. however ഉപയോഗിച്ച് നമ്മൾ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ആ രണ്ട് ക്ലോസിനിടയിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. howeverന് മുന്നിൽ നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു സെമി കോളൻ ഉപയോഗിക്കും. howeverന് ശേഷം നമ്മളൊരു കോമ ഉപയോഗിക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, however I went for a walk. ഈ howeverന് മുന്നിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും രണ്ട് സെന്റൻസ് തന്നെയാണ്. എന്നിരുന്നാലും ആ മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിഷണൽ അഡ്വർബ് ആണ് however. howeverന് ശേഷം ഒരു കോമ ഉപയോഗിക്കണം എന്ന് എപ്പോഴും ശ്രദ്ധിക്കാം. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, however I went for a walk. എന്നിരുന്നാലും ഞാൻ നടക്കാൻ പോയി. അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. She was not feeling well. അവൾ ജോലി തുടർന്നു. She continued working. She went on working എന്നും പറയാം. She was not feeling well. She continued working. ഇതും നമുക്ക് though, although, in spite of എല്ലാം ഉപയോഗിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. though ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യും? though she was not feeling well, she continued working. though ഉപയോഗിക്കുന്ന ക്ലോസസ് പൊതുവെ ആദ്യമാണ് വരിക. നമ്മൾ സെന്റൻസിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല, ജസ്റ്റ് ആ though ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. വേറെ ഒരു ഡിഫറൻസും ഇതിൽ വരുന്നില്ല though ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ. ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം ഒരു നൗൺ അല്ലെങ്കിൽ ഒരു ing ഫോം യൂസ് ചെയ്യണം. though she was not feeling well, she continued working. ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ ഇൻസ്പൈറ്റ് ഓഫ് നോട്ട് ഫീലിംഗ് വെൽ, നോട്ട് അവിടെ ഉണ്ട്. In spite of not feeling well, she continued working. അവൾ ജോലി തുടർന്നു. however ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയുക. ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ, ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു സെമി കോളൻ അവിടെ ഉപയോഗിക്കും. പിന്നെ however എഴുതും, അതിനുശേഷം കോമ, പിന്നെ പറയും ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ്. ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ, however ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ്. ആദ്യത്തെ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു ദോയും ബട്ടും രണ്ടും കൂടി ഒരു സെന്റൻസിൽ യൂസ് ചെയ്തിരുന്നത്. ഇതുപോലെ തന്നെയുള്ളതാണ് however. ദോയും ബട്ടും ഹവറും ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാവൂ, മൂന്നും കൂടി ഉപയോഗിക്കരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സെന്റൻസിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും. ദോ ഒരു കൺജങ്ഷൻ ആണ്, ബട്ട് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, ഹവർ ഒരു ട്രാൻസിഷണൽ അഡ്വർബ് ആണ്. പക്ഷെ മൂന്ന് വാക്കിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് രണ്ട് സെന്റൻസസിനെ കണക്ട് ചെയ്യാം. നമുക്ക് ഇതേ സെന്റൻസസ് തന്നെ ബട്ട് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ ബട്ട് ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ്. ദോ ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ ബട്ട് ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് പറയരുത്. ഒന്നുകിൽ ദോ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബട്ട് ഉപയോഗിക്കുക, രണ്ടും കൂടി ഉപയോഗിക്കരുത്. അവൻ ധാരാളം ഭക്ഷണം കഴിക്കും. അവൻ്റെ ഒരു ഹാബിറ്റ്. ഹി ഈറ്റ്സ് എ ലോട്ട്. അവൻ ധാരാളം ഭക്ഷണം കഴിക്കും. അവന്റെ തടി കൂടുന്നില്ല, അവൻ വെയിറ്റ് വരുന്നില്ല, ഭാരം കൂടുന്നില്ല. ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. ഹി ഈറ്റ്സ് എ ലോട്ട്. അവൻ ധാരാളം ഭക്ഷണം കഴിക്കുന്നയാളാണ്. ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. പക്ഷേ അവന് ഭാരം കൂടുന്നില്ല. ധാരാളം ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഭാരം കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇത് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണ്. നമുക്കിതിനെ ദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ബട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, however ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദോ ഹി ഈറ്റ്സ് എ ലോട്ട്, ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. ദോയ്ക്ക് പകരം നമുക്ക് ഓൾദോ ഉപയോഗിക്കാം, ഈവൻ ദോ ഉപയോഗിക്കാം. ദോ ഹി ഈറ്റ്സ് എ ലോട്ട്, ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം നമ്മൾ? ഇൻസ്പൈറ്റ് ഓഫ് ഈറ്റിംഗ് എ ലോട്ട്, ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഈറ്റിംഗ് എ ലോട്ട്, ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. ഇൻസ്പൈറ്റ് ഓഫിന് ശേഷവും ഡെസ്പൈറ്റിന് ശേഷവും നമ്മൾ ഈറ്റിംഗ് എന്ന ing ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. however ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം. ഹി ഈറ്റ്സ് എ ലോട്ട്, അതിനുശേഷം ഫുൾ സ്റ്റോപ്പോ സെമി കോളനോ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കും. however ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. ബട്ട് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ ഹി ഈറ്റ്സ് എ ലോട്ട് ബട്ട് ഹി ഡസിൻ ഗെയിൻ വെയിറ്റ്. എനിക്ക് വേണ്ട യോഗ്യതകൾ ഉണ്ടായിരുന്നു. വേണ്ട യോഗ്യതകൾ, നെസസറി ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് ഉപയോഗിക്കും. ഐ ഹാഡ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ്. എനിക്ക് ജോലി ലഭിച്ചില്ല. ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്. എനിക്ക് ജോലി ലഭിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ ഗോട്ട് ദ ജോബ് എന്ന് പറയും. അതിൻ്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ ഗെറ്റ്. ഗോട്ട് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡിൻറ്റ് ഉപയോഗിക്കും. ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്. ഐ ഹാഡ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ്. ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്.
ഇത് നമുക്ക് എങ്ങനെയെല്ലാം കണക്ട് ചെയ്യാം? ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം, ദോ ഉപയോഗിക്കാം, ഓൾദോ ഉപയോഗിക്കാം. ദോ ഐ ഹാഡ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ് ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്. ഓൾദോ ഐ ഹാഡ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ് ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്. ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ്, ആ ഹാഡ് എന്ന വെർബിൻ്റെ ing ഫോം നമ്മൾ ഉപയോഗിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ് ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്. ഡെസ്പൈറ്റ് ഹാവിങ് ദ നെസസറി ക്വാളിഫിക്കേഷൻസ് ഐ ഡിഡിൻ ഗെറ്റ് ദ ജോബ്. അയാൾ കഠിനമായി അധ്വാനിക്കുന്നു. ഹി വർക്ക്സ് ഹാർഡ്. അയാൾ കഠിനമായി അധ്വാനിക്കുന്നു. അയാൾ അധികം പണം സമ്പാദിക്കുന്നില്ല. ഹി ഡസിൻ ഏൺ മച്ച്. നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ വേണ്ടത്ര ഏൺ ചെയ്യുന്നില്ല. അയാൾക്ക് സാലറി വേജസ് കുറവാണ് എന്നർത്ഥം. ഹി വർക്ക്സ് ഹാർഡ്, ഹി ഡസൻ ഏൺ മച്ച്. അധികം പണം സമ്പാദിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മച്ച് എന്ന ഒരു എക്സ്പ്രഷൻ അവിടെ ഉപയോഗിച്ചത്. ദോ ഹി വർക്ക്സ് ഹാർഡ്, ഹി ഡസൻ ഏൺ മച്ച്. ഓൾദോ ഹി വർക്ക്സ് ഹാർഡ്, ഹി ഡസൻ ഏൺ മച്ച്. കുറച്ചുകൂടി സ്ട്രോങ് ആയി പറയുന്നതിന് വേണ്ടി അതിൻ്റെ ആ കോൺട്രാസ്റ്റ് ഒന്നുകൂടി സ്ട്രോങ് ആയി എക്സ്പ്രസ് ചെയ്യാനായി നമുക്കിവിടെ ഈവൻ ദോ ഉപയോഗിക്കാം. ഈവൻ ദോ ഹി വർക്ക്സ് ഹാർഡ്, ഹി ഡസൻ ഏൺ മച്ച്. ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് വർക്കിംഗ് ഹാർഡ്, ഹി ഡസൻ ഏൺ മച്ച്. വർക്ക് എന്ന വെർബിൻ്റെ ing ഫോം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇൻ സ്പൈറ്റ് ഓഫ് വർക്കിംഗ് ഹാർഡ്, ഹി ഡസൻ ഏൺ മച്ച്. ഹവവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹി വർക്ക്സ് ഹാർഡ്, ഹവവർ ഹി ഡസൻ ഏൺ മച്ച്. ഹി വർക്ക്സ് ഹാർഡ്, ഹവവർ ഹി ഡസൻ ഏൺ മച്ച്. അവൾക്ക് സുഖമില്ലായിരുന്നു. ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ. അവൾ ജോലിക്ക് പോയി. ഷീ വെന്റ് ടു വർക്ക്. ജോലിക്ക് പോയി എന്നതിന് വെന്റ് ടു വർക്ക് എന്ന് പറയാം, വെന്റ് ടു ഹർ ഓഫീസ് എന്ന് പറയാം. ഷി വാസ് നോട്ട് ഫീലിംഗ് വെൽ, ഷീ വെന്റ് ടു വർക്ക്. ഷി വാസ് നോട്ട് ഫീലിംഗ് വെല്ലിന് പകരം നമുക്ക് ഷി വാസ് ഇൽ എന്നും പറയാം, ഷി വാസ് അൺവെൽ എന്നും പറയാം, ഷി വാസ് നോട്ട് വെൽ എന്നും പറയാം. ഷി വാസ് ഇൽ, ഷീ വെന്റ് ടു വർക്ക്. Though she was ill, she went to work. Although she was ill, she went to work. In spite of being ill, she went to work. ഇവിടെ നമ്മൾ ബീയിങ് ഉപയോഗിച്ചതിന്റെ കാരണം അറിയോ? നമ്മുടെ ആദ്യത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള വെർബ് വാസ് ആണ്. ഷീ വാസ് ഇൽ എന്ന് പറയുമ്പോൾ അവൾക്ക് സുഖമില്ലായിരുന്നു. ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ വാസ് ഉപയോഗിക്കുന്നത്. ഈ വാസ് എന്ന് പറയുന്ന വെർബ് അതൊരു പ്രൈമറി ഓക്സിലറി ആണ്. ഈസ്, ആം, ആർ, വാസ്, വർ ഇതെല്ലാം ബി എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ വരുന്ന വെർബ്സ് ആണ്, പ്രൈമറി ഓക്സിലറീസ് ആണ്. ഈ 5 ഓക്സിലറീസിനെ കൂട്ടിയിട്ടാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഈ ഓക്സിലറീസിന് ing ഫോമോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഇല്ല, V3യോ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഓക്സിലറീസിന്റെ ing ഫോമായി നമ്മൾ ഉപയോഗിക്കുക ബീയിങ് ആണ്. അതുപോലെ തന്നെ ഈ ഓക്സിലറീസിന്റെ V3 ആയി പാസ്റ്റ് പാർട്ടിസിപ്പിളായി നമ്മൾ ഉപയോഗിക്കുക ബീൻ ആണ്. അതുകൊണ്ടാണ് ഷി വാസ് ഇൽ എന്നതിനെ നമ്മളിവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ആ വാസിന് പകരം ബീയിങ് ഉപയോഗിച്ചത്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ, ഷീ വെന്റ് ടു വർക്ക്. അവിടെ ഈസ് ആണ് വെർബെങ്കിലും നമ്മൾ ബീയിങ് തന്നെയാണ് ഉപയോഗിക്കുക. ആരാണ് വെർബെങ്കിലും ബീയിങ് തന്നെയാണ് ഉപയോഗിക്കുക. ആം ആണ് വെർബെങ്കിലും ബീയിങ് തന്നെയാണ് ഉപയോഗിക്കുക. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ, ഷീ വെന്റ് ടു വർക്ക്. അവൾ ജോലിക്ക് പോയി. ഇൻസ്പൈറ്റ് ഓഫ് പ്രിപ്പോസിഷൻ ആണ്, പക്ഷെ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം അല്ലെങ്കിൽ ഡെസ്പൈറ്റിന് ശേഷം ദ ഫാക്ട് ദാറ്റ് എന്നൊരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ പിന്നെ അതൊരു കൺജങ്ഷൻ ആണ്. അതിനുശേഷം ക്ലോസ് ആണ് വരെ. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റിന്റെ അതേ മീനിങ് ആണ് ഓൾദോക്ക്. ഓൾദോക്ക് ശേഷം പിന്നെ നമ്മൾ ഒരു ക്ലോസ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റിന് ശേഷവും നമ്മൾ ക്ലോസ് ആണ് ഉപയോഗിക്കുക. നമുക്കിത് ഇങ്ങനെയും പറയാം. In spite of the fact that she was ill, she went to work. ഇതല്പം ലെങ്തി ആയ ഒരു സ്ട്രക്ചറാണ്, പക്ഷേ ഇടയിൽ ഇങ്ങനെ ലെങ്തി ആയ സ്ട്രക്ചേഴ്സ് നമ്മുടെ റൈറ്റിങ്ങിന് കുറച്ചുകൂടി വെറൈറ്റി ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഓൾദോ ഷി വാസ് ഇൽ എന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷി വാസ് ഇൽ എന്ന് പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫിന് പകരം ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് എന്നും പറയാം. പിന്നെ അതിനുശേഷം വരുന്നത് ക്ലോസ് ആണ്, കാരണം ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് എന്നതും ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്നതും കൺജങ്ഷൻ ആണ്. ഓൾദോ ഷി വാസ് ഇൽ, ഷീ വെന്റ് ടു വർക്ക്. അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷി വാസ് ഇൽ, ഷീ വെന്റ് ടു വർക്ക്. കഴിഞ്ഞ എക്സാമ്പിൾസ് എല്ലാം നമുക്കിങ്ങനെ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ ദോക്ക് അല്ലെങ്കിൽ ഓൾദോക്ക് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കുമോ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് തന്നെ ഹവർ ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. ഷി വാസ് ഇൽ, ഹവർ ഷീ വെന്റ് ടു വർക്ക്. അവൾക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അവളുടെ ടീച്ചർ നല്ലതായിരുന്നു, നല്ലതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. പക്ഷെ അവൾ പരീക്ഷ തോറ്റു. അവൾക്ക് നല്ല ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഗുഡ് ടീച്ചർ. അവൾ പരീക്ഷ തോറ്റു. ഷീ ഫെയിൽഡ് ഹെർ എക്സാം. അല്ലെ, നല്ല ടീച്ചർ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ജയിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം? ഓൾദോ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഓൾദോ ഷീ ഹാഡ് എ ഗുഡ് ടീച്ചർ, ഷീ ഫെയിൽഡ് ദ എക്സാം. ഓൾദോ ഷീ ഹാഡ് എ ഗുഡ് ടീച്ചർ, ഷീ ഫെയിൽഡ് ദ എക്സാം. ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ഗുഡ് ടീച്ചർ, ഷീ ഫെയിൽഡ് ദ എക്സാം. ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം പിന്നെ നമ്മൾ ആ ഹാഡ് എന്ന വെർബിന്റെ ing ഫോമായ ഹാവിങ് ഉപയോഗിച്ചു.
ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെയും ING ഫോം ഹാവിംഗ് ആണ്. ഹാഡിംഗ് എന്നോ ഹാസിംഗ് എന്നോ ഇംഗ്ലീഷിലില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഹാവിംഗ് എ ഗുഡ് ടീച്ചർ ഷീ ഫെയിൽഡ് ദ എക്സാം. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ഉപയോഗിച്ചാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷീ ഹാഡ് എ ഗുഡ് ടീച്ചർ ഷീ ഫെയിൽഡ് ദ എക്സാം. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷീ ഹാഡ് എ ഗുഡ് ടീച്ചർ ഷീ ഫെയിൽഡ് ദ എക്സാം. ഓൾഡോയ്ക്ക് ശേഷം ഉപയോഗിച്ച അതേ സ്ട്രക്ചർ തന്നെയാണ് ഇൻസ്പെക്ട് ഓഫ് ദ ഫാക്ട് ദാറ്റിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുക. ഇനി ഇതൊന്ന് നോക്കൂ. ടീച്ചർ കാരണമാണ് അവൾ തോറ്റത്. നല്ല ടീച്ചർ ആയിരുന്നില്ല, അതുകൊണ്ട് അവൾ തോറ്റു. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ടീച്ചർ കാരണമാണ് തോറ്റത് എന്ന് പറയാൻ നമുക്ക് ബിക്കോസ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഷീ ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ ടീച്ചർ. ഇൻസ്പൈറ്റ് ഓഫിന്റെ ഓപ്പോസിറ്റ് ആണ് ബിക്കോസ് ഓഫ്. ഷീ ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ ടീച്ചർ. ടീച്ചർ കാരണമാണ് അവൾ തോറ്റത്. നല്ല ടീച്ചർ അല്ലായിരുന്നത് കൊണ്ടാണ് അവൾ തോറ്റത് എന്നർത്ഥം. നല്ല ടീച്ചർ ഉണ്ടായിട്ടും അവൾ തോറ്റു എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഉപയോഗിക്കുക. ഷീ ഫെയിൽഡ് ഇൻസ്പൈറ്റ് ഓഫ് ഹർ ടീച്ചർ. ഈ രണ്ട് സെന്റൻസും ഒന്ന് പഠിക്കാം. ഷീ ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ നല്ലതല്ലാത്തത് കൊണ്ട് അവൾ തോറ്റു എന്നാണ് അർത്ഥം. ഷീ ഫെയിൽഡ് ഇൻസ്പൈറ്റ് ഓഫ് ഹർ ടീച്ചർ എന്ന് പറയുമ്പോഴോ നല്ല ടീച്ചർ ഉണ്ടായിട്ടും അവൾ തോറ്റു എന്നാണ് അർത്ഥം. ബിക്കോസ് ഓഫിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസ്പൈറ്റ് ഓഫ് എന്ന പ്രൊപ്പോസിഷൻ. ബിക്കോസും ബിക്കോസ് ഓഫും ഉപയോഗിക്കുമ്പോൾ പലർക്കും മിസ്റ്റേക്ക് വരാറുണ്ട്. ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ഒരു ക്ലോസ് ആണ്. ഓൾദോ ഒരു കൺജങ്ഷൻ ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ബിക്കോസും ഒരു കൺജങ്ഷൻ ആണ്. അതിനുശേഷം ഒരു സബ്ജക്റ്റും ഒരു വെർബും വരണം. ബിക്കോസ് ഓഫ് ഒരു പ്രൊപ്പോസിഷൻ ആണ്. ബിക്കോസ് ഓഫിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക നൗൺ അല്ലെങ്കിൽ ING ഫോം ആണ്. നോർമലി നമ്മൾ നൗൺ ആണ് യൂസ് ചെയ്യാറ്. ഷീ ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ ടീച്ചർ. മഴ കാരണമാണ് ഞങ്ങൾ വൈകിയത്. മഴയാണ് ഞങ്ങൾ വൈകിയതിന്റെ കാരണം. ഞങ്ങൾ വൈകിയ എത്തിയത്, അതിന് കാരണം മഴയായിരുന്നു. വി വേർ ലേറ്റ്. ഞങ്ങൾ വൈകിയിരുന്നു. മഴ കാരണം ബിക്കോസ് ഓഫ് ദ റെയിൻ. വി വേർ ലേറ്റ് ബിക്കോസ് ഓഫ് ദ റെയിൻ. മഴ കാരണമാണ് ഞങ്ങൾ വൈകിയത്. വി വേർ ലേറ്റ് ബിക്കോസ് ഓഫ് ദ റെയിൻ. മഴ ഉണ്ടായിട്ടും ഞങ്ങൾ സമയത്തെത്തി. നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വൈകിയില്ല. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇതിന് നമ്മൾ ഉപയോഗിക്കുക ബിക്കോസ് ഓഫ് അല്ല, ഇൻസ്പൈറ്റ് ഓഫ് ആണ്. വി അറൈവ്ഡ് ഓൺ ടൈം ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ദ റെയിൻ. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ വി അറൈവ്ഡ് ഓൺ ടൈം. വി അറൈവ്ഡ് ഓൺ ടൈം ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ. ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് തന്നെ സെന്റൻസ് തുടങ്ങണമെന്നില്ല, നമുക്കത് പിന്നീട് മെയിൻ ക്ലോസിന് ശേഷവും ഉപയോഗിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ വി അറൈവ്ഡ് ഓൺ ടൈം. ഇതിനർത്ഥം മഴ പെയ്തെങ്കിലും ഞങ്ങൾ സമയത്ത് എത്തി എന്നാണ്. ബിക്കോസ് ഓഫ് ദ റെയിൻ എന്ന് പറയുമ്പോൾ മഴ കാരണം ഞങ്ങൾ വൈകി. വി വർ ലേറ്റ്. വി വർ ലേറ്റ് ബിക്കോസ് ഓഫ് ദ റെയിൻ. ശബ്ദം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഉറങ്ങിയില്ല, അതിന് കാരണം ശബ്ദമായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. I couldn't sleep. ശബ്ദം കാരണം ബിക്കോസ് ഓഫ് ദ നോയ്സ്. I couldn't sleep because of the noise. ശബ്ദം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ശബ്ദം ഉണ്ടായിട്ടും ഞാൻ ഉറങ്ങി. നല്ല ബഹളം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങി. I slept. സ്ലീപ്പ് എന്ന വെർബിന്റെ V2 ആണ് slept. I slept. പിന്നെ ബിക്കോസ് ഓഫ് അല്ല ഉപയോഗിക്കുക, ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത്. ശബ്ദം ഉണ്ടായിട്ടും ഞാൻ ഉറങ്ങി എന്നല്ലേ പറയേണ്ടത്. അതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. I slept in spite of the noise. I slept in spite of the noise അല്ലെങ്കിൽ I slept despite the noise. ശബ്ദം ഉണ്ടായിട്ടും ബഹളം ഉണ്ടായിട്ടും ഞാൻ ഉറങ്ങി. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. നല്ല ക്ഷീണമുള്ള ഒരാൾ ഉറങ്ങുകയാണ് ചെയ്യേണ്ടത്, പക്ഷെ ഇയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറയേണ്ടത്. I was very tired. I couldn't sleep at all. ഉറങ്ങാൻ കഴിഞ്ഞതേ ഇല്ല എന്ന ഒരു മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ അവസാനം at all എന്ന ഒരു എക്സ്പ്രഷൻ ആഡ് ചെയ്യുന്നത്. I was very tired. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. I couldn't sleep at all. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞതേ ഇല്ല. ഇതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഡെസ്പൈറ്റ് ഉപയോഗിക്കാം, ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം, ദോ ഉപയോഗിക്കാം. ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ് ഐ കുഡിന്റ് സ്ലീപ്പ് അറ്റ് ആൾ. ഐ വാസ് ടയേർഡ് എന്നതിൽ ആ വാസിന് പകരമാണ് നമ്മളിവിടെ ബീയിങ് ഉപയോഗിച്ചത്. ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ് ഐ കുഡിന്റ് സ്ലീപ്പ് അറ്റ് ആൾ. ഈവൻ ദോ ഐ വാസ് റിയലി ടയേർഡ് ഐ കുഡിന്റ് സ്ലീപ്പ് അറ്റ് ആൾ. ദോയോ ഈവൻ ദോയോ ഓൾ ദോയോ ഏതും ഉപയോഗിക്കാം. ഈവൻ ദോ ഐ വാസ് റിയലി ടയേർഡ് ഐ കുഡിന്റ് സ്ലീപ്പ് അറ്റ് ആൾ. ഐ വാസ് ടയേർഡ് അല്ലെങ്കിൽ ഐ വാസ് റിയലി ടയേർഡ് ഹവവർ ഐ കുഡിന്റ് സ്ലീപ്പ് അറ്റ് ആൾ. ഇവിടെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഹവവർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇതേ മീനിങ്ങിൽ വരുന്ന മറ്റ് രണ്ട് ട്രാൻസിഷണൽ അഡ്വേർബ്സ് ആണ് നെവർദിലെസ്സും നൺദിലെസ്സും.
ഹവർ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. പക്ഷേ ഈ നെവർ ദിലസ്, നൺ ദിലസ് പോലുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റിംഗിന്റെ സ്റ്റാൻഡേർഡ് ക്വിക്കലി ഉയർത്തുന്ന ചില വാക്കുകളാണ്. പൊതുവെ അങ്ങനെ അധികം ആളുകൾ യൂസ് ചെയ്യാത്ത വേർഡ്സ് ആണിത്. ഹവറിന്റെ അതേ മീനിങ് ആണ് വരുന്നത്. ഹവറിനേക്കാൾ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയ വേർഡ്സ് ആണ് നെവർ ദിലസും നൺ ദിലസും. ഇവിടെ നമുക്ക് ഐ വാസ് റിയലി ടയേർഡ്, നെവർ ദിലസ് ഐ കുഡിൻ സ്ലീപ് അറ്റാൾ എന്ന് പറയാം. ഹവറിന് പകരം അങ്ങനെ പറയാവുന്നതാണ്. നെവർദിലസിന് പകരം നമുക്കിവിടെ നൺദിലസും യൂസ് ചെയ്യാം. ഈ വാക്കുകളൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ IELTS ടോഫൽ പോലത്തെ എക്സാംസ് ഒക്കെ എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത്തരം എക്സ്പ്രഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഐ വാസ് റിയലി ടയേർഡ്, ഹവർ ഐ കുഡിൻ സ്ലീപ് അറ്റാൾ, അല്ലെങ്കിൽ നെവർദിലസ് ഐ കുഡിൻ സ്ലീപ് അറ്റാൾ. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ റൈറ്റിങ്ങിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് വെറൈറ്റിയാണ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസ് കണക്ട് ചെയ്യാൻ നമ്മൾ ദോ ഉപയോഗിച്ചു. പിന്നെ ആ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഇനി അടുത്ത് വരുന്ന പാരഗ്രാഫിൽ കോൺട്രാസ്റ്റിംഗ് ആയ വേറെ രണ്ട് ഐഡിയാസ് വരുന്നുണ്ടെന്ന് കരുതാം. വീണ്ടും ദോ ഉപയോഗിക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് അവിടെ ഡെസ്പൈറ്റോ ഇൻസ്പൈറ്റ് ഓഫോ ഉപയോഗിക്കാം. ഇനി വീണ്ടും ഈ ഒരു എസ്സേയിൽ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റിംഗ് ആയ വേറെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹവറോ നെവർദിലസോ നൺദിലസോ ഏതെങ്കിലും ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. എപ്പോഴും ഒരേ കണക്ടർ തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഒരേ കണക്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റൈറ്റിംഗ് വളരെ ബോറിംഗ് ആയി വരും. അതുകൊണ്ട് ഡിഫറെൻറ്റ് കണക്ടേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് വായിക്കുന്നയാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. എക്സാമിനാണ് എഴുതുന്നതെങ്കിൽ, ഒരു എസ്സേ ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായി തന്നെ യൂസ് ചെയ്യണം. ഓരോ കണക്ടറിന് ശേഷവും അതിന് അപ്രോപ്രിയേറ്റ് ആയ സ്ട്രക്ചർ വേണം യൂസ് ചെയ്യാൻ. അതായത് ഇൻസ്പൈറ്റ് ഓഫ് ആണെങ്കിൽ അതിനുശേഷം നൗൺ അല്ലെങ്കിൽ ING ഫോം വേണം. പിന്നെ അവിടെ ക്ലോസ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ദോ ആണെങ്കിൽ അതിനുശേഷം ഒരു ക്ലോസ് തന്നെ യൂസ് ചെയ്യണം. ഹവർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നെവർദിലസ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുന്നിൽ ഒരു സെമിക്കോളൻ ഉപയോഗിക്കുക. ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഈ വാക്കുകൾക്ക് ശേഷം ഒരു കോമ ഉപയോഗിക്കണം. നമ്മൾ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷമോ ദോയ്ക്ക് ശേഷമോ ഒന്നും നമ്മൾ കോമ യൂസ് ചെയ്യില്ല. പക്ഷേ ഹവർ, നെവർദിലസ്, നൺദിലസ് ഇതിനെല്ലാം ശേഷം ഒരു കോമ നിർബന്ധമായി ഉപയോഗിച്ചിരിക്കണം. കാരണം ഇവർ കണക്ടേഴ്സ് അല്ല, ഇവർ ജസ്റ്റ് ട്രാൻസിഷണൽ അഡ്വേർബ്സ് എന്നാണ് ഇതിന് ഗ്രാമറിൽ പറയുക. ഇവർ ജസ്റ്റ് ആ രണ്ട് സെൻറ്റൻസിനിടയിൽ ഒരു മീനിങ്ങിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കൺജങ്ഷൻസ് അല്ല ഇവർ. ഞങ്ങൾ ഒരേ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. വി ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ്. ഞങ്ങൾ ഒരേ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വളരെ അപൂർവമായേ കാണാറുള്ളൂ. വി റയർലി സീ ഈച്ച് അതർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? വി ഹാർഡ്ലി എവർ സീ ഈച്ച് അതർ എന്ന് പറയാം. റയർലിയുടെ അതേ മീനിങ് തന്നെയാണ് ഹാർഡ്ലി എവർ എന്ന് പറയുന്ന ആ എക്സ്പ്രഷനുള്ളത്. ഞങ്ങൾ വളരെ അപൂർവമായേ കാണാറുള്ളൂ. ഒരേ സ്ട്രീറ്റിൽ താമസിക്കുന്ന രണ്ടുപേര് കൂടെ കാണേണ്ടതാണ്, പക്ഷെ ഇവിടെ കാണാറില്ല എന്നാണ് പറയുന്നത്. നമുക്കിതേ ദോ ഉപയോഗിച്ചും ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചും എല്ലാം കണക്ട് ചെയ്യാം. ഡെസ്പൈറ്റ് ലിവിങ് ഇൻ ദ സെയിം സ്ട്രീറ്റ് വി ഹാർഡ്ലി എവർ സീ ഈച്ച് അതർ. ഡെസ്പൈറ്റ് ലിവിങ് ഇൻ ദ സെയിം സ്ട്രീറ്റ് വി ഹാർഡ്ലി എവർ സീ ഈച്ച് അതർ. ഹാർഡ്ലി എവറിന് പകരം നമുക്ക് റയർലി ഉപയോഗിക്കാം. ഡെസ്പൈറ്റ് ലിവിങ് ഇൻ ദ സെയിം സ്ട്രീറ്റ് വി റയർലി സീ ഈച്ച് അതർ. റയർലിക്ക് ശേഷം പിന്നെ ഒരു എവർ ഇല്ല കേട്ടോ. ദോ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ ദോ വി ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ് വി റയർലി സീ ഈച്ച് അതർ, അല്ലെങ്കിൽ വി ഹാർഡ്ലി എവർ സീ ഈച്ച് അതർ. ഇനി നമുക്ക് ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഈവൻ ദോയും ഈവൻ ഈഫും തമ്മിലുള്ള ഡിഫറൻസ് കൂടി പഠിക്കാം. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ദോയ്ക്കും ഓൾ ദോയ്ക്കും പകരം ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ്. അതായത് ദോയും ഓൾ ദോയും ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈവൻ ദോ ഉപയോഗിക്കാൻ സാധിക്കും. ഈവൻ ഇഫ് പൊതുവെ ഭാവിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ്. ഈ എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നീ ക്ഷണിച്ചാലും അവൾ വരില്ല. നീ ക്ഷണിച്ചാൽ അവൾ വരും എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇഫ് ഉപയോഗിച്ചാൽ മതി. ഇഫ് യു ഇൻവൈറ്റ് ഹർ ഷി വിൽ കം. ഇവിടെ നമുക്ക് പറയേണ്ടത് നീ ക്ഷണിച്ചാലും അവൾ വരില്ല എന്നാണ്. ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ഈവൻ ഇഫ്. ഈവൻ ഇഫ് യു ഇൻവൈറ്റ് ഹർ ഷി വിൽ നോട്ട് കം. ഈവൻ ഇഫ് യു ഇൻവൈറ്റ് ഹർ ഷി വിൽ നോട്ട് കം. ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ഷണിച്ചാലും വരില്ല. ഇവിടെ ഈവൻ ദോ യൂസ് ചെയ്യരുത്. ഇവിടെ ഈഫ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ഈവൻ ഈഫ് തന്നെ ഉപയോഗിക്കണം. ക്ഷണിച്ചാലും എന്ന മീനിങ്ങിലാണ് നമ്മളിവിടെ ഈവൻ ഈഫ് യു ഇൻവൈറ്റ് ഹെർ എന്ന് പറയുന്നത്. ഇനി ഈവൻ ദോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയാകുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് അത് പറയും. അതായത് ഞാൻ ക്ഷണിച്ചു പക്ഷെ അവൾ വന്നില്ല. ഇത് പറയാൻ നമുക്ക് ഈവൻ ദോ ഉപയോഗിക്കാം. അതിന് ഈവൻ ഈഫ് ഉപയോഗിക്കരുത്. ഈവൻ ദോ ഐ ഇൻവൈറ്റഡ് ഹെർ ഷീ ഡിഡ്ന്റ് കം.
ഈവൻ ദോ ഐ ഇൻവൈറ്റഡ് ഹർ ഷീ ഡിഡിൻ കം. ഈവൻ ദോയ്ക്ക് പകരം നമുക്കിവിടെ ദോയോ ഓൾദോയോ യൂസ് ചെയ്യാം. ഇത് രണ്ടും തമ്മിലുള്ള മീനിങ്ങിലുള്ള ഡിഫറൻസ് വ്യക്തമായല്ലോ. ഈവൻ ഇഫ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം അങ്ങനെ ചെയ്താലും മറ്റൊരു കാര്യം സംഭവിക്കില്ല എന്നോ സംഭവിക്കും എന്നോ എല്ലാം പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ദോയ്ക്ക് പൊതുവെ പാസ്റ്റിലുള്ള ഒരു കാര്യം, സംഭവിച്ചു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് മെയിൻലി നമ്മൾ ദോയും ഓൾദോയും ഈവൻ ദോയും എല്ലാം യൂസ് ചെയ്യുന്നത്. ഈവൻ ഈഫിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ഈഫ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ ടെൻസസ് തന്നെയാണ്. ഈവൻ ഈഫ് എന്ന ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചു. മെയിൻ ക്ലോസിൽ നമ്മൾ വിൽ പ്ലസ് V1 ഉപയോഗിച്ചു. ഈവൻ ദോയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസസ് ആണ്. ഈവൻ ദോയുടെ ശേഷം നമ്മളൊരു സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളതും സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നീ ഷൗട്ട് ചെയ്താലും അവൻ കേൾക്കില്ല. എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഈവൻ ഇഫ് യു ഷൗട്ട് ഹി വിൽ നോട്ട് ഹിയർ. ഈവൻ ഇഫ് യു ഷൗട്ട് ഹി വിൽ നോട്ട് ഹിയർ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇത് അവൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമായിട്ട്, ഒരു ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കാം. ആ അർത്ഥത്തിലും സാധാരണഗതിയിൽ ഇത് ടിപ്പിക്കലാണ് എന്ന് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഈ സ്ട്രക്ചർ യൂസ് ചെയ്യാം. ഈവൻ ഇഫ് യു ഷൗട്ട് ഹി വിൽ നോട്ട് ഹിയർ. ഞാൻ ഷൗട്ട് ചെയ്തെങ്കിലും അവൻ കേട്ടില്ല. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഈവൻ ഇഫ് അല്ല യൂസ് ചെയ്യുക, ഈവൻ ദോ ആണ് യൂസ് ചെയ്യുക. ദോയും ഓൾദോയും യൂസ് ചെയ്യാം. ഈവൻ ദോ ഐ ഷൗട്ടഡ് ഹി ഡിഡ് നോട്ട് ഹിയർ. ഈവൻ ദോ ഐ ഷൗട്ടഡ് ഹി ഡിഡ് നോട്ട് ഹിയർ. ഈവൻ ദോയ്ക്ക് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസസ് ആണ് യൂസ് ചെയ്തത്. ഈവൻ ഇഫിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഒരു പ്രസന്റ് ടെൻസും പിന്നെ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചത് വിൽ പ്ലസ് V1 ആണ്. ഈവൻ ദോ ഐ ഷൗട്ടഡ് ഹി ഡിഡ് നോട്ട് ഹിയർ. നീ വിലക്കിയാലും ഞാൻ പോവും. നീ പോവരുത് എന്ന് പറഞ്ഞാലും അരുതെന്ന് പറഞ്ഞാലും ഞാൻ പോവും. ഈവൻ ഇഫ് യു ഫോർബിഡ് ഐ വിൽ ഗോ. നീ പോവരുതെന്ന് പറഞ്ഞാലും വിലക്കിയാലും അത് ചെയ്യരുത് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ഫോർബിഡ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. ഈവൻ ഇഫ് യു ഫോർബിഡ് ഐ വിൽ ഗോ. നീ വിലക്കിയാലും ഞാൻ പോവും. ഞാൻ വിലക്കിയെങ്കിലും അവൾ പോയി. പോവരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവൾ പോയി. ഇതിന് നമ്മൾ ഈവൻ ഇഫ് അല്ല യൂസ് ചെയ്യുക, ഈവൻ ദോ ആണ് യൂസ് ചെയ്യുക. ഈവൻ ദോ ഐ ഫോർബാഡ് ഷീ വെന്റ്. ഈവൻ ദോ ഐ ഫോർബാഡ് ഷീ വെന്റ്. ഫോർബിഡ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫോർബാഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കാം. ഈവൻ ദോ ഐ ഫോർബാഡ് ഷീ വെന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് കണക്റ്റേഴ്സ് ഉപയോഗിച്ച് കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻസ്, ട്രാൻസിഷണൽ അഡ്വേർബ്സ് ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ രണ്ട് സെൻറ്റൻസസിനെ, കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് സെൻറ്റൻസസിനെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നാണ് പഠിച്ചത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.